പണ്ട് ഒരു യോഗം നടന്നപ്പോൾ പെന്തിക്കോസുകാരുടെ യോഗമാ, ബഹളവും വെപ്രാളമാണല്ലോ. അപ്പൊ ഇത് തമ്പേറും എല്ലാം കൂടെ അടിച്ച് യോഗം നടന്നപ്പം വഴിയെ ആ ഭാഷ പറയുന്നത് തെറ്റാ, പിന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നോക്കുള്ളൂ. ഒരു തലയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളൊരു നാടൻ ഭാഷ പറയുന്നത് മോശമാണെങ്കിലും അങ്ങ് ഓപ്പണായിട്ട് പറയും. ഒരു വട്ടമുള്ള ആള് വഴിയെ കൂടെ പോയി. അപ്പൊ ഈ ബഹളവും ഒച്ചപ്പാടും കിട്ടി എന്നാന്നറിയാം, പുള്ളി കയറി ആ സഭാകോണിന്റെ പുറകിലിരുന്നു. അപ്പോൾ നമ്മുടെ പാട്ട് പാടി അതിൽ മൂപ്പിലെത്തിയപ്പോൾ ഉപദേശി കയറി പറഞ്ഞു, നമുക്ക് ഒരു വാക്യം വായിക്കാം, 152 സങ്കീർത്തനം 3 വാക്യം. പുള്ളിക്ക് തെറ്റിയതാ. ഉടനെ ഈ വട്ടൻ എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു, പാസ്റ്റേ 150 സങ്കീർത്തനം വലിയ ഉള്ളെന്ന്. അപ്പം വട്ടന് വരെ അറിയാം എത്ര സങ്കീർത്തനമുണ്ട്. അവന് ആദാമിന് പിടികിട്ടിയില്ല. അതാ. അപ്പോൾ സങ്കീർത്തനം 150 ഇത് 5 പുസ്തകങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുക. ഇപ്പോൾ പുതിയ ഉപദേശക്കാർ എഴുന്നേറ്റിട്ടുണ്ട്, മോഡേണിസം. അവര് പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന. ഇവനെല്ലാം മട്ട, വഴിയെ പോയ കക്ഷി. സങ്കീർത്തനം വായിക്കരുത്, പടിനിയമത്തിലെ വാക്യങ്ങൾ എടുക്കരുത്, ഉച്ചരിക്കരുത്, അത് പറയരുത്. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. എന്തൂരുകാരെ ഇത് പഠിപ്പിക്കേണ്ട അറിയാം. ആമൻ വേറെ പുസ്തകത്തിലെ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ന്റെ ഒടുവിലത്തെ വാക്യം വരെ പറയാം, പ്രസംഗിക്കാം, ആമൻ സംസാരിക്കാം, പഠിക്കാം, പഠിപ്പിക്കാം. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ്. അതുകൊണ്ട് പഴയ നിയമം പ്രസംഗിക്കരുത്, സങ്കീർത്തനം പറയരുത്. പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവന്മാര് ദുരുപദേശക്കാരാ. അവരെ സഭയെ കയറ്റരുത്, അവസരം കൊടുക്കരുത്. അവരതിന് ക്രമീകരണം വരുത്തി വെച്ച അവസരം കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസികമാണ്. വചനം ഇത് അണ്ണാക്കിന് മധുരമാ. ദൈവത്തിന്റെ വചനം ഇത് അതിവേഗത്തിന് ഓടുന്ന വചനമാ. ഇത് സൗഖ്യമാക്കുന്ന വചനമാ. ഇത് നിന്നെ ശുദ്ധീകരിക്കുന്ന വചനമാ. യഹോവയുടെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റികയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പറയുക, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ വചനം വന്ന് രോഗം മൂർച്ഛിപ്പിക്കല്ല, സൗഖ്യമാക്കി തിരിച്ചു വരും. മനോവേദനയോടെ മനോഭാരത്തോടെ വന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കും. ഇന്ന് രാത്രി നിന്റെ വിലാപത്തെ നൃത്തമാക്കും. അവൻ 107-ാം സങ്കീർത്തനം 20 നമുക്കറിയാം. അവന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. അടുത്ത വാക്യമുണ്ട്, കുഴിന്ന് കയറ്റിയെന്ന്. നീ എന്നും കുഴി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വചനത്തിന്റെ ശക്തിയാ നിന്നെ കുഴിന്ന് കയറ്റും. ഇന്ന് രാത്രി ആ വചനശക്തി ഇവിടെ വ്യാപരിക്കണം. അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അത് ഞാൻ അധികം ആ ഭാഗമൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വേർപെട്ട സഭകളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും ശുശ്രൂഷ രംഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിനാണല്ലോ പ്രാധാന്യം. വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നവരും നടത്തുന്നവരുമാ 45-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്കൊരു ഭൂഷണമാണ്. അതിന് പകരം വേറെ സങ്കീർത്തനം വായിക്കാനാ? അതിനതേ ഒക്കുള്ളൂ. വിവാഹം കഴിച്ചവർക്കും കഴിക്കുന്നവർക്കും കഴിക്കാൻ പോകുന്നവർക്കൊക്കെ അതിലെ വാക്യങ്ങൾ വളരെ പ്രയോജനമാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും. പിന്നെ ഏരിയയിലും കല്യാണം നടക്കുകയല്ലേ. അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ശോഭമൂലം, ചന്തമേറും രാജത. പാടാൻ നേരമില്ല, അതുകൊണ്ട് അങ്ങ് അടങ്ങുക. അപ്പൊ ശ്രദ്ധിക്കുക, ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വിവാഹ ശുശ്രൂഷയ്ക്ക് ഭൂഷണമാണ്. വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ദുഃഖഭവനങ്ങളിൽ ചെല്ലുമ്പോൾ സാധാരണ ആ ദൈവദാസന്മാർ വായിക്കുന്ന സങ്കീർത്തനമാണ് 90. അതിന് പകരം ഏത് വായിക്കാന്? അത് തന്നെ വായിക്കാൻ പറ്റും, അതേ ഒക്കൂ. അത് ദുഃഖത്തിലിരിക്കുന്നവരൊക്കെ അതിലെ വാക്യങ്ങൾ പ്രത്യാശ വർദ്ധിക്കുകയും ആശ്വാസം കൈക്കൊള്ളുന്ന വാക്യങ്ങളാണ്. മർത്യനെ പൊടിയിലേക്ക് ഏകവചനം, തിരിച്ചു വിളിക്കുന്നത് മനുഷ്യപുത്രന്മാരെ ബഹുവചനം. ഓരോരുത്തർ കർത്താവിൽ നിദ്ര പ്രാപിക്കുമ്പോൾ മണ്ണിന് മണ്ണായിട്ട് പൂഴിക്ക് ഏൽപ്പിക്കുമെന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ സകല വിശുദ്ധന്മാരും കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഒരുമിച്ച് ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞാൽ അത് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് അധികം പറയുന്നില്ല. ഭവന പ്രതിഷ്ഠ,
കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവ്. അതൊരു അനുഗ്രഹമാണ്. അത് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യമാണ്. ഓർപ്പിച്ചല്ലോ, കൺവെൻഷൻ വേദികളിലൊക്കെ ദൈവദാസന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ ഒട്ടുമിക്ക വാക്യങ്ങളും ഉച്ചരിച്ച് ഉരുവിട്ട് ഉച്ചസ്ഥലം പ്രാർത്ഥിക്കാറുണ്ട്, സാധാരണ കേൾക്കാറുണ്ട്. അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കും, കർത്താവേ ലൈറ്റ് മൈക്ക് സൗണ്ട് എല്ലാം നന്നായി പ്രവർത്തിക്കുന്നു, തുടർന്നും പ്രവർത്തിപ്പിക്കണമേ, നിന്റെ ദാസനെ ഉപയോഗിക്കണമേ, ദേശത്തോട് ദൈവം വ്യവഹരിക്കണമേ, വടക്കിനോട് തരികാനും തെക്കിനോട് തടുത്തുവെക്കൽ അരുളി ചെയ്ത ദൈവം ഇന്ന് രാഷ്ട്രത്തിന്റെ പള്ളക്കാടുകളെ ഇളക്കി ആത്മാക്കളെ നൽകണമേ. ഇന്ന് രാത്രി അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. മരത്തിന്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരുഭൂമിയെ നടുക്കിയ ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാ. അതാ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ശ്രദ്ധിക്കുക, ദൈവം ശബ്ദിക്കുന്നത്, ദൈവം സംസാരിക്കുന്നത് പല നിലകളിലാണ്. സ്വപ്നങ്ങളിൽ കൂടി ദൈവം സംസാരിക്കും, ദർശനങ്ങളിൽ കൂടി ദൈവം ഇടപെടും, വെളിപ്പാടുകൾ തന്ന് ദൈവം സംസാരിക്കും. ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ നിന്നോട് സംസാരിക്കും. ചില നല്ല ആത്മീക പാട്ട്, ആ പാട്ടിനകത്തൂടെ ദൈവം നിന്നോട് ഇടപെടും. സ്തോത്രം. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. വിവിധ നിലകളിലാണ് ദൈവം സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് വളരെ ശക്തമായിട്ടും ദൈവം സംസാരിക്കും, ശാന്തമായിട്ടും ഇടപെടും. ശക്തമായിട്ടും ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. നമ്മുടെ ആൾക്കാർക്ക് ഒരു അപാകതയല്ലൊരു പരുവക്കേടാ. ശാന്തമായിട്ട് സംസാരിച്ചാൽ ഉൾക്കൊള്ളത്തുമില്ല, അംഗീകരിക്കത്തുമില്ല, പോരാൻ നേരത്ത് പോകുമ്പം അഭിപ്രായവും പറയും. എനിക്കറിയാം, ദൈവത്തിൻ്റെ ദാസന്മാർ ചിലരെ എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് അടുക്കടുക്കടുക്കായിട്ട് ദൈവവചനം പറയും. നല്ല ക്ലാസ്സും നല്ല വചന ശുശ്രൂഷകളാണ്. വലിയ വെപ്രാളവും ബഹളവും അലറിച്ചും കൂവിച്ചും ഒന്നുമില്ല. വളരെ ശാന്തമാണ്, നല്ല വചനമാണ്. പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാർ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല. അവരെ ഉഴപ്പിയിരിക്കുകയും ചെയ്യും. പിന്നെ കഴിയുമ്പോൾ ഇവർ പറയും, ഓ കൃപയൊന്നും ഉള്ള ആളല്ലെന്നാ തോന്നുന്നത്, അഭിഷേകമല്ല പോയി, അങ്ങനെയൊക്കെ അഭിപ്രായം പറയും. എന്നാൽ ചിലരെ വചനം ഒന്നും കാണുകയില്ല, ഒന്നുമില്ല, ചുമ്മാ കിടന്ന് അലറുക, യൂന്നങ്ങ് അലറുക, ഒന്നുമില്ല, കച്ചി തുറുവിന് തീ പിടിച്ച പോലെ പെട്ട് പറഞ്ഞ ശബ്ദം കേൾക്കാം, ഒരു വിച്ചിരി ചാരേ ഉള്ളൂ, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്തോ അമ്മാമ്മ എന്തോ വരുന്നു, വായുവിൻ്റെ അസുഖമുള്ളത് പോലെ അങ്ങനെ വെക്കുന്നതല്ലാതെ ഇതെന്നാന്ന് പോലും അറിയാൻ മേല. നമ്മൾ പറയും ഭയങ്കര പുള്ളി താഴെ നിന്നില്ല, കാലയിൽ ആണി കാണും. ഒരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം ശക്തമായിട്ടും ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമെന്ന 1:14. അങ്ങനെയല്ലയോ, ആ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാനെ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കർത്തൃദിവസത്തിന് ആത്മവിവശനായപ്പോൾ ദൈവം തന്നോട് ഇടപെടുകയാ. താന് വിവശനായപ്പോൾ ഒരു ശബ്ദം നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളനാദത്തിന്റെ ശബ്ദം എന്റെ പിൻപിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദമെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 13-ാം വാക്യം വായിക്കാമോ? എനിക്ക് അച്ഛനെ കൊണ്ട് വായിപ്പിക്കുന്നത് സങ്കടമുണ്ട്. എന്നേക്കാൾ സീനിയറും എന്നേക്കാൾ